Hi everyone, welcome back to Chinu's Taste Buds. എൻ്റെ പേര് ഷജീന. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ഫേസ് കാണിച്ച് ഞാൻ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് ടെൻഷനാണ്. പക്ഷേ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഇത്രയും സന്തോഷം എനിക്ക് ഉണ്ടാവുന്നതെങ്കിൽ അതിന്റെ റീസൺ നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊരു സന്തോഷം എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി. അപ്പൊ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ നവംബർ 1 വന്നപ്പോൾ 2 വർഷം ആയി. 2 വർഷം കഴിഞ്ഞു ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടിയത്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മിക്കവരും തന്നെ ചാനൽ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങിയത് പേയ്മെന്റ് ഉദ്ദേശിച്ച് തന്നെയാണ് ചാനൽ തുടങ്ങിയത്. അല്ലാതെ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയൊന്നുമല്ല തുടങ്ങിയത്. യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പേയ്മെന്റ് കിട്ടും എന്ന് അറിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്താൽ പേയ്മെന്റ് കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നതും. പക്ഷെ എന്റെ വിചാരം ചാനൽ തുടങ്ങി 2-3 വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള പേയ്മെന്റ് കിട്ടും എന്നായിരുന്നു. ഫസ്റ്റ് ഒന്നും അതിനെക്കുറിച്ചൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. കുറച്ച് വീഡിയോസ് ഇടുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള പേയ്മെന്റ് കിട്ടും, യൂട്യൂബിൽ നിന്ന് മാസം വരുമാനം ഉണ്ടാവും എന്നൊക്കെയായിരുന്നു എന്റെ വിചാരം. അങ്ങനെയാണ് സത്യം പറഞ്ഞ ചാനൽ തുടങ്ങിയത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഈ നവംബർ 1 വന്നപ്പോൾ 2 വർഷമായി. ഇതിപ്പോ ഞാൻ ഇന്നിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡിസംബർ 14 അപ്പൊ ഇന്നലെ സൺഡേ ആയിരുന്നു. ഇന്നലെ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും 2 വർഷം പിടിച്ചു എനിക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ മിക്കവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. മിക്കവരുടെയും വിചാരം ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ കാശ് ഒരുപാട് ഇങ്ങനെ എന്റെ കയ്യിലേക്ക് വരുന്നെന്നാണ് എല്ലാവരും വിചാരം. അപ്പൊ അതുകൊണ്ട് മിക്കവരും ചോദിക്കുമായിരുന്നു, കിട്ടാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അല്ലെങ്കിൽ കിട്ടിയിട്ട് നീ പറയാത്തതാണോ, അങ്ങനെയൊക്കെ മിക്കവരും ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ കയ്യിലേക്ക് കാശ് കിട്ടുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ 2 വർഷം ഈ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തൊരു 300-ൽ കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തോ ആവട്ടെ, അൽഹംദുലില്ലാഹ് ഇപ്പോൾ എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. അപ്പൊ അത് നിങ്ങളുടെ സഹായം കൂടെ കൊണ്ടാണ് എനിക്ക് ഈ പേയ്മെന്റ് കിട്ടിയത്. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരോടും എന്റെ ചാനൽ വ്യൂ ചെയ്തവരോടും അതുപോലെ വീഡിയോസ് കണ്ട് ഷെയർ ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോ നിങ്ങൾ ഇല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. കാര്യം ആദ്യമേ ഞാൻ വീഡിയോ എനിക്കൊന്നും അറിയാതെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. ഞാനിവിടെ എന്റെ വീട്ടിലും ആരോടും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചാനൽ തുടങ്ങാമെന്നിങ്ങനെ ആലോചിച്ചെന്നല്ലാതെ സത്യം പറഞ്ഞ ഹസ്ബൻഡിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ചാനൽ തുടങ്ങി ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഈ വിവരം അറിയുന്നത്. കാര്യം വേറെ പേയ്മെന്റ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നമുക്ക് വേറെ പ്രത്യേകിച്ച് പേയ്മെന്റിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്റെ വിചാരം അത്രേ ഉള്ളൂ എന്നായിരുന്നു എന്റെ വിചാരം. പക്ഷേ ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിന്റെ പുറമെ പിന്നെയും കുറെ പണികൾ അതിന് പുറകെ ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ആദ്യമൊന്നും ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടൈറ്റിൽ എങ്ങനെ ഇടണമെന്നോ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നോ ഒന്നും അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഡയറക്റ്റ് ആയിട്ടൊരു വീഡിയോ അങ്ങ് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ്. അതിൽ സൗണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ആദ്യമൊക്കെ സൗണ്ട് കൊടുക്കാൻ ഭയങ്കര ടെൻഷനായിരുന്നു. അറിഞ്ഞൂടല്ല, അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ. അപ്പൊ അത് കാരണം അങ്ങനെ സൗണ്ട് കൊടുത്തില്ലായിരുന്നു. വെറുതെ ഒന്ന് മ്യൂസിക് ഇട്ട് ഒരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തു. അപ്പൊ അത് പിന്നെ എല്ലാവരോടും ഫാമിലിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞു അതൊക്കെ കാണണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും തലക്ക് സ്വൈര്യം കൊടുക്കാതെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരുവിധം ആളുകളൊക്കെ കാണുകയും ചെയ്തായിരുന്നു. അപ്പൊ അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഹസ്ബൻഡിനോടാണെങ്കിലും പറയണത് ഞാൻ ചാനൽ തുടങ്ങിയിട്ടാ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്റെ മുഖത്തേക്ക് നോക്കി ചാനൽ തുടങ്ങി. ഞാൻ പറഞ്ഞ വേറെ കയ്യിൽ നിന്ന് വേറെ കാശിന്റെ ചിലവൊന്നും വന്നിട്ടൊന്നുമില്ല, യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഒരു ചാനൽ തുടങ്ങി എന്ന് പുള്ളിനോടും പറഞ്ഞു. പക്ഷെ പുള്ളി ഫുള്ള് സപ്പോർട്ടായിരുന്നു കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു എന്നുള്ള ഒരു മൈൻഡാണ് പുള്ളിക്ക്. അപ്പൊ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഈ പറഞ്ഞോട്ട്
ഞാൻ ഒന്നിലും ഉറച്ച് നിൽക്കാറില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് എനിക്ക്. വേറെ ഒന്നുമല്ല, എനിക്ക് ഓരോ സമയത്തും ഓരോരോ ക്രേസാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞ് ആ ഇടയ്ക്ക് ഞാൻ ഇതേപോലെ പിള്ളേരൊക്കെ ആയതിനു ശേഷം എനിക്ക് 3 കുട്ടികളാണ്. ഫസ്റ്റ് ട്വിൻസ് ആണ് 2 പേര്, പിന്നെ മൂന്നാമതൊരാളും കൂടെ. അങ്ങനെ 3 പെൺകുട്ടികളാണ് എനിക്ക്. അപ്പോൾ ഫസ്റ്റ് ട്വിൻസ് അവർ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ചാളായപ്പോൾ തന്നെ പിന്നെ എനിക്ക് വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് തലക്ക് വട്ടുപിടിക്കാൻ തുടങ്ങി. എന്തെങ്കിലും പഠിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോൾ പുള്ളി ഹസ്ബൻഡ് ജോലിക്ക് വിടില്ല. അപ്പോൾ അത് ആദ്യമേ പറഞ്ഞു, നീ പുറത്ത് ജോലിക്ക് പോകാൻ നിൽക്കണ്ട, സ്വന്തമായിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഇനി ബിസിനസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നീ സ്വന്തമായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഞാൻ മൊബൈൽ റീചാർജിങ് അതാണ് ചെയ്തത്. അതൊരു ചെറിയ മട്ടിൽ ഞങ്ങൾക്ക് ഒരു ഷോപ്പുണ്ട്. ഷോപ്പ് ഞങ്ങൾ റെന്റിന് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഷോപ്പ് കാലിയാക്കിയിട്ട് റീചാർജിൻ്റെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞ് പിന്നെ അത് കുറച്ച് കടങ്ങളൊക്കെ വന്ന് അത് പൂട്ടിപ്പോയി. അപ്പോൾ ഒരുവിധ ആശ്വാസമായിട്ട് പിന്നെ അത് നിർത്തിവെച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് ക്യാൻസൽ ചെയ്ത്, ഗൾഫിലായിരുന്നു ഹസ്ബൻഡ്, ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്കൊരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങാം എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങി. അപ്പോൾ അതിൻ്റെ കുറച്ച് നാൾ ആ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു വെച്ച്. അപ്പോൾ അതും വലിയ രക്ഷ അതും ആയില്ല, അതും നിർത്തിവെച്ച്. കുറച്ചൊരു 5 വർഷത്തോളം ഷോപ്പ് നടത്തിയായിരുന്നു. പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ടായപ്പോൾ പിന്നെ അതും ക്ലോസ് ചെയ്തു. പിന്നെ അതിനുശേഷം വീട്ടിൽ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. വെറുതെ വീട്ടിൽ ഇരിക്കേണ്ടത്, എന്തെങ്കിലും നമ്മുടെ ടൈം വെറുതെ ഇങ്ങനെ കളയുന്നവർക്കുമ്പോൾ ഒരു വിഷമം. അപ്പം എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ആയാൽ ഹസ്ബൻഡിന് ഒരു സഹായമായി, നമുക്കും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന കാശ് പോലെ ആവില്ലല്ലോ. അപ്പം ആ ഒരു ഇത് അങ്ങനെ വീണ്ടും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി. അല്ല, സ്റ്റിച്ചിങ് പഠിക്കാൻ ആദ്യം പോയി. സ്റ്റിച്ചിങ് പഠിക്കാൻ പോയി കുറച്ചാൾ സ്റ്റിച്ചിങ് കൊണ്ട് നടന്ന്. അപ്പോൾ ഓർത്ത് ഒന്ന് ഫാഷൻ ഡിസൈനിങ് കൂടി പഠിക്കാം എന്നും പറഞ്ഞ് പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിന് പോയി. ഫാഷൻ ഡിസൈനിങ്ങിന് പോയപ്പോൾ അവിടെ ബ്യൂട്ടീഷ്യൻ കോഴ്സും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചോദിച്ചപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സും ചെയ്തു. അങ്ങനെ എല്ലാം പകുതിയാണ്, ഒന്നും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ പാവം ഹസ്ബൻഡ് ആണെങ്കിലും എന്ത് പറഞ്ഞാലും ഓക്കെ പറഞ്ഞോളും. അങ്ങനെ അൽഹംദുലില്ലാ ഒരു പാവം ഹസ്ബൻഡിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമില്ല. കാര്യം വേറെ എല്ലാവരായിരുന്നെങ്കിൽ ഒന്ന് തുടങ്ങി ഒന്ന് നിർത്തി മറ്റൊന്ന് തുടങ്ങുമ്പോഴേക്കും ദേഷ്യം കയറും. ഇത് പിന്നെ എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ എന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് പിന്നെ അത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് ഹറാമാണ്, അങ്ങനെയൊക്കെ ഒരു ഇത് കിട്ടിയപ്പോൾ പിന്നെ അതും വേണ്ടാന്ന് വെച്ച്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിന് പോയി, അതും കംപ്ലീറ്റ് ചെയ്തില്ല. ബ്യൂട്ടീഷ്യൻ കോഴ്സ് അതും നിർത്തിവെച്ച്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചാൾ പിന്നെ സ്ക്രീൻ പ്രിന്റിംഗ് എന്നും പറഞ്ഞു പോയി, ക്ലോത്തിൽ പ്രിന്റിങ് പഠിക്കാൻ അത് പോയി. അങ്ങനെ ഒരുവിധപ്പെട്ടതെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം എനിക്ക് പറയാൻ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാതിരുന്നത് പുള്ളിനോട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. കാര്യം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാണ് സെർച്ച് ചെയ്തപ്പോൾ പിന്നെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നമുക്ക് വേറെ പേയ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഓർത്ത് അന്നാ വെറുതെ വീട്ടിലിരുന്ന്. കാര്യം എങ്ങനെ വന്നാലും സൺഡേ ഒക്കെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും. അപ്പൊ എന്നെ വിചാരം സൺഡേ ഒക്കെ എന്തെങ്കിലും റെസിപ്പി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ള ആ ഒരു മൈൻഡിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെയാണ് അറിയുന്നത്, പിന്നെ ഓരോ ഗ്രൂപ്പിലൊക്കെ ആഡ് ആയി. അപ്പൊ അതിനൊക്കെ ശേഷമാണ് അറിയുന്നത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞത്. പിന്നെ അതിനുള്ള ഓട്ടത്തിലായിരുന്നു. ഡെയിലി എന്തെങ്കിലും വീഡിയോസ് ഒപ്പിക്കണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു. അപ്പൊ ആദ്യം കുറച്ചുനാൾ വരെ ഡെയിലി ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു. പിന്നെ ഇടക്ക് വെച്ചൊന്ന് മടിയായി, അതിനും മടിയായി. പിന്നെ അത് പോരാതെ പിന്നെ എന്തായാലും എല്ലാം ആയല്ലോ, ഇനിയിപ്പോ കേക്കും കൂടെ ഉണ്ടാക്കി പഠിച്ചേക്കാന്ന് പറഞ്ഞു കേക്ക് ബേക്കിങ്ങിന്റെ ക്ലാസ്സിന് അതിനും പോയി. പിന്നെ അതിനിടയ്ക്കൊരു ഇന്റർനെറ്റ് കഫേയിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്റർനെറ്റിന്റെ ഡീറ്റെയിൽസ് അതുമൊക്കെ കുറച്ചൊക്കെ അതും പഠിച്ചു. അപ്പോൾ അങ്ങനെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആക്കിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കുഴപ്പം. ഇത് യൂട്യൂബ് ചാനലെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റണം എന്നൊരു ദുആ ഉണ്ട്. കാര്യം ഞാൻ ഓർത്ത് ഈ പേയ്മെന്റ് കിട്ടാൻ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ വിചാരം ഉടനെ തന്നെ കാശ് കിട്ടും, ഇപ്പൊ തന്നെ യൂട്യൂബിൽ നിന്ന് അങ്ങനെ തന്നെ കിട്ടും എന്നുള്ളൊരു മൈൻഡിലാണ് തുടങ്ങിയത്. പക്ഷെ തുടങ്ങി ഒരു വർഷമല്ല, ഒരു 8 മാസമായി ചാനൽ മോണിറ്റൈസ് ആവാനായിട്ട്. മോണിറ്റൈസ് ആയതിനു ശേഷം ഉള്ള നമ്മുടെ വീഡിയോസിനാണ്
പിന്നെ നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത്. കാര്യം മോണിറ്റൈസ് ആയതിനു ശേഷം നമ്മുടെ വീഡിയോയിൽ ആഡ്സ് വരുള്ളൂ. അപ്പൊ ആഡ്സ് നിങ്ങൾ കാണുന്നത് പോലെ ഇരിക്കും എനിക്ക് പേയ്മെന്റ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആഡ്സ് ഒന്ന് കാണണം, ആഡ്സ് സ്കിപ്പ് ചെയ്യാതെ കാണണം. വ്യൂസ് നിങ്ങൾ കാണുന്നത് പോലെ ഇരിക്കും എനിക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വ്യൂസ് എന്ന് വെച്ചാൽ പഴയ വീഡിയോസൊക്കെ പിന്നെയും, കാര്യം ഞാൻ ഫസ്റ്റ് ടൈം ഇട്ട വീഡിയോസൊക്കെ പിന്നെയും ഇങ്ങനെ കയറി വരുന്നുണ്ട്. കാര്യം ഒരു പൊറോട്ട അല്ല, ഒരു 11 മോഡലിൽ പൊറോട്ട ഉണ്ടാക്കുന്ന റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹിറ്റായി, അത് 1 lakh അബവ് അതിന്റെ വ്യൂസ് വന്നു. പിന്നെ ഇറച്ചിച്ചോറ്, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ കുറച്ച് വ്യൂസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഇടുന്നതിനൊന്നും സത്യം പറഞ്ഞ വ്യൂസ് തീരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെന്റും അങ്ങനെ കിട്ടുന്നില്ല. കാരണം നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയാലും $100 ആയാലേ നമുക്ക് ആ കാശ് കയ്യിലേക്ക് കിട്ടുള്ളൂ. യൂട്യൂബിൽ നിന്ന് നമുക്ക് കാശ് കയ്യിൽ കിട്ടണമെങ്കിൽ $100 ആവണം. അല്ലാതെ ചില്ലറായിട്ടൊന്നും അവരിങ്ങ് അഴിച്ചു തരൂല. $100 ആയാലേ അവർ തരുള്ളൂ. അപ്പോൾ $100 ആവാൻ വേണ്ടി ഇപ്പൊ ഈ ഒരു 2 വർഷവും ഒരു മാസവും എടുത്തു എനിക്ക് വീഡിയോ ചാനൽ $100 ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർത്ത് ഇതും നിർത്തിപ്പോവും ഞാൻ മിക്കവാറും എന്നാണ് ഞാൻ കരുതിയത്. പിന്നെ എങ്ങനെയോ ഞാൻ പിടിച്ച് നിന്ന്, എന്തായാലും വേണ്ടിയില്ല, ഇടയ്ക്കാണെങ്കിലും വീഡിയോസ് ഇട്ടൊക്കെ ഒന്ന് മൂവിങ് ആക്കാം എന്ന് കരുതി. പക്ഷെ ഡെയിലി വീഡിയോസ് ഇടുന്നത് എനിക്ക് വല്ലാത്തൊരു ടാസ്ക്കാണ്, നടക്കുന്നില്ല. ഇപ്പൊ ഫസ്റ്റൊക്കെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒട്ടും എന്നെക്കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നാലും ഇനിയിപ്പോ പേയ്മെന്റ് കിട്ടാൻ തുടങ്ങിയല്ലോ. അപ്പൊ ഇനി എന്തായാലും കുറച്ചുകൂടി ഉഷാറായിട്ട് ഞാൻ ശ്രമിക്കും ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എന്റെ പേയ്മെന്റ് കിട്ടി സൺഡേ ആണ് കേട്ടോ. എന്റെ പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് വന്നത് സൺഡേ ആയിരുന്നു. അപ്പൊ ഞാൻ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വെറുതെ ഇങ്ങനെ വന്ന് പറയണ്ടല്ലോ. അപ്പൊ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി ഒന്ന് കേക്ക് കട്ട് ചെയ്ത് കാണിക്കാം, ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കാം. കാര്യം യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടിയതല്ലേ. അപ്പൊ അത് ഒരു സ്പെഷ്യൽ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് നിങ്ങളെ കാണിക്കാം എന്ന് കരുതി ഞാൻ ഐലൻഡ് കേക്ക് എന്ന് പറഞ്ഞൊരു കേക്ക് ആണ് ഉണ്ടാക്കിയത്. അത് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയാണ്. കാര്യം ഞാൻ സ്വയം കണ്ടുപിടിച്ചതൊന്നുമല്ല, യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ്, മറ്റുള്ള വീഡിയോസ് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ അത് ഉണ്ടാക്കിയത്. പക്ഷെ അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി അത് കുളമായി. അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ തൊട്ട് പുറകെ കാണിക്കാം. ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കിയിട്ട് ഐലൻഡ് കേക്ക് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് സുനാമി വന്ന പോലെ ആയിപ്പോയി, മൊത്തം കേക്ക് കുളമായി. അപ്പൊ ആകെ ഞാൻ ഡെസ്പായി പോയി. കാര്യം കാശ് കിട്ടിയത് ഉടനെ നിങ്ങളായിട്ട് ആ ഒരു ഇത് ഷെയർ ചെയ്യണം, നിങ്ങളോട് പറയണം. അപ്പൊ വീഡിയോ ചെയ്തിട്ട് പറയാം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ നിന്നത്. പക്ഷെ ആ കേക്ക് കുളമായതോടെ മനസ്സ് ചത്തുപോയി. പിന്നെ അത് കഴിഞ്ഞ് തലക്ക് വട്ട് പിടിച്ച പോലെ ആയി. പിന്നെ കുറച്ചു നേരം പോയി കിടന്ന് അപ്പൊ എങ്ങനെയെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ എന്ന് കരുതി പിന്നെയും കുറച്ചു നേരം ഞാൻ വീണ്ടും എണീറ്റ് വന്നു. വീണ്ടും ആ കേക്കിന്റെ പകുതിയെ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്നാ ബാക്കി അതിന്റെ മുകളിൽ തന്നെ വീണ്ടും ഒന്നുകൂടെ ചെയ്യാം എന്നും പറഞ്ഞ് വീണ്ടും ആ കേക്ക് റെഡിയാക്കി എടുത്ത് നോക്കിയപ്പോൾ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാ കേക്ക് കട്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം, നിങ്ങളോട് പറയാം എന്നും പറഞ്ഞ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേക്ക് വീണ്ടും പൊളിഞ്ഞു പോയി. കാര്യം ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഐലൻഡ് കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ച് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഇത് ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജലാറ്റിൻ മെൽറ്റ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേക്കായിരുന്നു. പക്ഷെ എന്റേത് ഞാൻ ചൈന ഗ്രാസ് ആയിരുന്നു ചെയ്തത്. ചൈന ഗ്രാസ് സെറ്റായി കിട്ടിയില്ല ശരിക്കും. അപ്പൊ അത് ഒഴുകി അങ്ങ് പോയി. അപ്പൊ അതുകൊണ്ട് അത് രണ്ട് കേക്കും ഫ്ലോപ്പായി പോയി. അപ്പൊ അതുകൊണ്ടാണ് കേക്ക് കട്ടിംഗ് ഒന്നും ഇല്ലാതെ ഞാൻ പിന്നെ നിങ്ങളോട് എന്തായാലും ഇനിയും നീട്ടിക്കൊണ്ട് പോകണ്ട, വീഡിയോ അപ്ലോഡ് ചെയ്യാന്നും പറഞ്ഞ് ഇന്ന് നിങ്ങളോട് ഇങ്ങനെ ഒരു വീഡിയോക്ക് വന്നത്. എനിക്ക് എത്ര രൂപയാണ് കിട്ടിയതെന്നറിയാൻ നിങ്ങൾക്കൊക്കെ ഒരുപാട് ആകാംക്ഷ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ചാനലിൽ അങ്ങനെ ഒരുപാട് വ്യൂസ് ഒന്നും ഇല്ല. പതുക്കെ എഴഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരു കൊച്ചു ചാനലാണ് എൻ്റെ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര വലിയ പേയ്മെന്റ് ഒന്നും ഇല്ല. എന്നാലും $104.56 ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് നമ്മൾക്ക് ഇന്ത്യൻ കറൻസിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുമ്പോൾ 7,400 ചില്ലറ രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് സാധാരണ ഇപ്പോ ഞാനൊക്കെ ഇതേപോലെ യൂട്യൂബ് ചാനൽ മറ്റുള്ളവരുടെ ചാനലൊക്കെ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് 50,000 കിട്ടി, 1 ലക്ഷം രൂപ കിട്ടി, 30,000 കിട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്റെ വിചാരം അത്രയൊക്കെ തന്നെ എനിക്ക് കിട്ടും എന്നായിരുന്നു.
പക്ഷെ ഈ എമൗണ്ട് ആണ് എനിക്ക് കിട്ടിയത്. 7400 ചില്ലറ രൂപയാണ് എനിക്ക് കിട്ടിയത്. എന്നാലും അൽഹംദുലില്ലാ ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എന്തോ ആവട്ടെ, നമുക്ക് ഇത്രയും നാളും നമ്മൾ കഷ്ടപ്പെട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് ഇത്രയെങ്കിലും കിട്ടി എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ്. അപ്പൊ ഇനി എന്റെ വീഡിയോസ് കൂടുതൽ നിങ്ങളൊക്കെ കാണുകയാണെങ്കിലേ അതനുസരിച്ചുള്ള പേയ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോസ് എല്ലാവരും മുടങ്ങാതെ ഒന്ന് കാണണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് താഴെയായിട്ട് ബെല്ലൈക്കൺ ഉണ്ടാവും. അത് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുള്ളതാണ്. പിന്നെ ഇപ്പൊ ഞാൻ അധികം അങ്ങോട്ട് പറയാറില്ല. കാര്യം എല്ലാവർക്കും ഒരേപോലെ ഇങ്ങനെ കേൾക്കുമ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് ചാനല് വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണം എന്നൊക്കെ എല്ലാ വീഡിയോയിലും ആദ്യമൊക്കെ പറയാറുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ അത്രക്ക് ഫോഴ്സ് ചെയ്ത് പറയാനില്ല. പിന്നെ ഇപ്പോ എല്ലാം കഴിഞ്ഞ് ഞാൻ കേക്കിന്റെ ടൂൾസ് ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ 2 ഷോപ്പുണ്ട്. അപ്പൊ അതില് ഒരു ഷോപ്പില് ഞാനിപ്പോ കേക്ക് ടൂൾസ്, കാര്യം ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ, എല്ലാവരും വീട്ടിൽ കേക്ക് ഉണ്ടാക്കണേ. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കേക്ക് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞിട്ട് കേക്ക് സെയിൽ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ആയി. സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഈ കൊറോണയുടെ പ്രശ്നം വന്ന് എന്നാലും തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ സെയിലൊക്കെ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേക്കും സെയിൽ അങ്ങ് കുറഞ്ഞു. കാര്യം എല്ലാവരും വീട്ടില് കേക്ക് ഉണ്ടാക്കണേണ്. കാര്യം എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സ് തന്നെ യൂട്യൂബിൽ മൊത്തം കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നിട്ടുണ്ട്, ഞാനടക്കം. അപ്പൊ അത് കണ്ട് എല്ലാവരും പിള്ളേരടക്കം ചെറിയ കുട്ടികളടക്കം വീട്ടിൽ കേക്ക് ഉണ്ടാക്കണേന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് വലിയ രക്ഷയൊന്നുമില്ല എന്നൊന്ന് മാറി ചിന്തിക്കാം എന്നും പറഞ്ഞ് പിന്നെ കേക്കിന്റെ ടൂൾസ് ഉള്ള ഒരു ഷോപ്പ് അങ്ങനെ തുടങ്ങി. പക്ഷേ കേക്ക് ടൂൾസിന്റെ ഷോപ്പ് ഞാൻ തുടങ്ങിയപ്പോഴേക്കും താമസിച്ചു പോയി. അപ്പോഴേക്കും മൊത്തം എല്ലായിടത്തും കേക്ക് ടൂൾസിന്റെ ഷോപ്പും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തോ ആവട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടാനുള്ള നമുക്ക് കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസത്തില് ഷോപ്പ് മുമ്പോട്ട് പോകുന്നു. അപ്പൊ അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ല ഷോപ്പ് തുടങ്ങിയിട്ട്. കാര്യം എല്ലാരും കേക്ക് ഉണ്ടാക്കുന്ന പണി തന്നെയാണല്ലോ ഇപ്പൊ. അപ്പൊ അത് കാരണം വലിയ കുഴപ്പമില്ല, സെയിലുണ്ട്, അങ്ങനെ മുമ്പോട്ട് പോകുന്നു. അപ്പൊ എന്റെ വീഡിയോസും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.